അല്ലെങ്കിലും എളുപ്പം തീർക്കണമെന്ന് വിചാരിച്ചിട്ട് അതിലെന്തേലും കുത്തിക്കയറ്റുന്നത് എപ്പോഴുള്ള പരിപാടിയാണല്ലോ. അപ്പോഴേ നമ്മളിന്ന് കുത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പറും ഇതുപോലെ മാർക്കർ പെന്നും ഒക്കെ എടുത്ത് സെറ്റായിരിപ്പുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മനസ്സിൽ തോന്നുന്നത് കുത്തി വരയ്ക്കാനായിരുന്നില്ല. ഒത്തിരി പേര് ചെയ്തതും അതുപോലെ വൈറലും ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു പാറ്റേൺ വരയ്ക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും അതേ പാറ്റേൺ ആണ്. പക്ഷേ സംഭവം അതല്ല. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ കണ്ടോ, ഇതായിരുന്നു നമ്മൾ വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും ബ്ലാക്ക് കളർ എടുക്കുന്നതുകൊണ്ടും എല്ലാവരും ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ വരച്ചതുകൊണ്ടും ഞാൻ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഡ് കളറിലെ CD മാർക്കറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇനിയാണ് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അതെ, ഓരോ പാർട്ടിലായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാറ്റേൺ ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ കണ്ട വീഡിയോസിലൊക്കെ അവരിങ്ങനെ ഓരോന്നിടവിട്ട് ഷെയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറി. അതുപോലെ ഒന്നിങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ളത് സ്കെച്ച് പെൻ വെച്ചിട്ട് പല കളേഴ്സ് വെച്ചിട്ടായിരുന്നു ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലും ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വരച്ച് വന്നപ്പോൾ നമ്മൾ കണ്ട പാറ്റേൺ അല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കുത്തിവരയിൽ തന്നെയായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ സെൻറ്ററിലുള്ള ചെറിയ ഭാഗം മാത്രം നിർത്തിയിട്ട് പുറത്തേക്കുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഇതും എനിക്ക് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അല്ലാതെ ഉള്ളതാണ് ഇഷ്ടമായിട്ടുള്ളതെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.